ഈ കുട്ടി ഒരു ബബിളിനകത്താണ് ജീവിക്കുന്നത്. കാരണം അവൻ ജനിച്ചത് അന്തരീക്ഷത്തോടുള്ള അലർജിയോട് കൂടിയാണ്. അവന് 4 വയസ്സുള്ളപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ഒരു ബോൾ അവന്റെ നേരെ പറന്നു വരുന്നു. അവന്റെ അമ്മ അത് കുത്തിപ്പൊട്ടിക്കുന്നു. എന്നിട്ട് അത് എറിഞ്ഞ കുട്ടികൾക്ക് നേരെ തിരിച്ചറിയുന്നു. കാരണം അവർ ബാക്ടീരിയ ഉള്ള ഒരു വസ്തുവും മകന്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കില്ല. വീടിനകത്ത് അവന് വേണ്ടി ഒരു ബബിൾ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിലൊരു ജോഡി ഗ്ലൗസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കാരണം ആ ഗ്ലൗസ് ഇട്ട് മാത്രമേ മറ്റുള്ളവർക്ക് അവനെ തൊടാൻ കഴിയൂ. അമ്മ തന്നെയാണ് അവന് ഹെയർ കട്ട് ചെയ്യുന്നതും അവനെ പഠിപ്പിക്കുന്നതും. അവന് ദിവസവും കഴിക്കാൻ കൊടുക്കുന്നത് ബിസ്ക്കറ്റ് ആണ്. അതെല്ലാം സ്റ്റീം യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്താണ് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ അയൽക്കാരായ കുട്ടികൾ അവനെ കളിയാക്കുന്നു. അവന്റെ വിൻഡോയിൽ കല്ലെറിയുന്നു. അമ്മ അവരെ വെള്ളമൊഴിച്ച് ഓടിക്കുന്നു. വളർന്നതിന് ശേഷവും അവൻ ആ ബബിളിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം അവൻ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നു. അവൻ അവളെ ഇഷ്ടമാവുന്നു. അവൻ എല്ലാ ദിവസവും വിൻഡോ തുളയ്ക്കുന്നതായി അഭിനയിച്ച് അവളെ നോക്കുന്നു. അവളും അവനെ ശ്രദ്ധിക്കുന്നു. അവനെ കാണാനുള്ള ആഗ്രഹത്തോടെ അവൾ അവന്റെ വീട്ടിലേക്ക് വരുന്നു. വീടിനകത്തുള്ള വലിയ ഗ്ലാസ് ട്യൂബ് കണ്ട് അവൾ അതിശയിക്കുന്നു. അതിനെ ഫോളോ ചെയ്ത് മുകളിലത്തെ നിലയിൽ വരുന്നു. ആദ്യമായി അവളെ അടുത്ത് കണ്ടതും അവൻ നെർവസ് ആവുന്നു. അവൾ പോയതിനു ശേഷവും അവൻ ഒരു മായാലോകത്ത് എന്ന പോലെ നിൽക്കുന്നു. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുന്നു. ഒരു ദിവസം അവൾ അവന്റെ അടുത്തേക്ക് പോകാനായി ഗ്ലാസ് ട്യൂബിനകത്ത് കയറുന്നു. പക്ഷെ അവൻ ബാക്ടീരിയയെ പേടിച്ച് അവളെ റിജക്ട് ചെയ്യുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് അവൾ അവനോട് ഒരു കാര്യം പറയുന്നു. വൈകാതെ തന്നെ അവളുടെ വിവാഹം നടക്കും. അത് കേട്ടതും ഇവൻ നിരാശനാവുന്നു. അവൻ അവളോട് തിരികെ പോകാൻ പറയുന്നു. അവൻ വിഷമത്തിലാവുന്നു. ഒരു ദിവസം അവൾ കൊടുത്തൊരു ഗിഫ്റ്റ് എടുത്ത് നോക്കിയവൻ ബോൾഡായ ഒരു തീരുമാനമെടുക്കുന്നു. തന്റെ പ്രണയത്തെ നേടിയെടുക്കുന്നതിനായി അവൻ സ്വന്തമായ ഒരു ബബിൾ സ്യൂട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൻ ശ്രദ്ധാപൂർവം പുറത്തേക്ക് വരുന്നു. പക്ഷെ അവൻ കാല് തെറ്റി പടിക്കെട്ടിലൂടെ തറയിൽ വന്ന് വീഴുന്നു. അവൻ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വീടിന് പുറത്തിറങ്ങുന്നു. ആദ്യമായി പുറത്തിറങ്ങുന്നത് കൊണ്ട് അവൻ വളരെയധികം എക്സൈറ്റഡ് ആവുന്നു. അവൻ റോഡിലേക്ക് ഇറങ്ങിയതും ഒരു ബസ് വന്നിടിക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് ആ ബബിൾ സ്യൂട്ട് വളരെയധികം സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് അവൻ അപകടമൊന്നും പറ്റുന്നില്ല. അതിനുശേഷം അവൻ ഒരു ഫ്ലൈറ്റിൽ അവളുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവസാനം അവൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുന്നു. അവളെ കണ്ടതും അവൻ തന്റെ ബബിൾ സ്യൂട്ട് വലിച്ചു കീറുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ബോധം കെട്ട് വീഴുന്നു. അത് കണ്ട് എല്ലാവരും ടെൻഷൻ ആവുന്നു. പക്ഷെ അവൾ അവനെ വിളിച്ചതും അവൻ എണീക്കുന്നു.